എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 19 മുതൽ hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ടയുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്പോർട്സ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ജൂൺ 19 മുതലാണ് വിദ്യാർത്ഥികൾക്ക് ഒരു സ്പോർട്സ് കോട്ടയിൽ ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ജസ്റ്റ് ആ ഒരു ഇൻസ്ട്രക്ഷൻസ് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് വരുന്നതായിരിക്കും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും ജില്ലയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ റിന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും വിവരങ്ങൾ തെറ്റായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താവുന്നതും അതുപോലെ തന്നെ പുതുതായിട്ട് നിങ്ങൾ ഓപ്ഷനുകൾ നൽകേണ്ടതും ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിൽ ഈ ഒരു സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത്, അതായത് നിങ്ങൾ മുഖ്യഘട്ടത്തിൽ സ്പോർട്സ് മികവ് രജിസ്ട്രേഷൻ നടത്തുകയും ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ നിന്നും സ്കോർ കാർഡ് നേടാൻ കഴിയാത്തവർക്ക് 2025 ജൂൺ 18 മുതൽ ജൂൺ 20 വൈകുന്നേരം 5 മണി വരെ അതത് ജില്ലാ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് ആ ഒരു സ്കോർ കാർഡ് നേടാവുന്നതാണ്. അതുപോലെ മുഖ്യഘട്ടത്തിൽ സ്കോർ കാർഡ് നേടിയ ശേഷം സ്പോർട്സ് കോട്ടയിൽ പ്രവേശനത്തിനായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാത്തവരും പുതുതായിട്ട് സ്കോർ കാർഡ് നേടുന്നവർക്കും ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മുഖ്യഘട്ടത്തിൽ അപേക്ഷിച്ചിട്ടും ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്ക് വേക്കൻസിക്ക് അനുസൃതമായിട്ട് പുതിയ ഓപ്ഷനുകൾ ഉൾപ്പെടുത്തി അപേക്ഷ പുതുക്കാനുള്ള സൗകര്യം കാൻഡിഡേറ്റ് ലോഗിനിലെ റിന്യൂവൽ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിലൂടെ ലഭ്യമാവുന്നതാണ്. പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടവർ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്കിലൂടെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് രൂപീകരിക്കേണ്ടതാണ്, അത് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിനിലൂടെയാണ് നിങ്ങൾ ഈ ഒരു ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ 2025 ജൂൺ 19 മുതൽ ജൂൺ 21 വൈകുന്നേരം 4 മണി വരെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അപ്പോൾ അലോട്ട്മെൻറ്റിനായിട്ട് വേക്കൻസി അഡ്മിഷൻ വെബ്സൈറ്റ് ആയിട്ടുള്ള hscap വെബ്സൈറ്റിൽ ജൂൺ 19 പ്രസിദ്ധീകരിക്കുക. അപ്പോൾ സ്പോർട്സ് കോട്ടയിലേക്കുള്ള സപ്ലിമെൻ്ററി പ്രവേശനത്തിനായിട്ടുള്ള ഷെഡ്യൂളാണിത്. അപ്പോൾ ഈ ഒരു ജൂൺ 19 ഈ ഒരു രജിസ്ട്രേഷൻ ആരംഭിക്കുക. ജൂൺ 21 അപേക്ഷ അവസാനിക്കുക. ജൂൺ 25 സപ്ലിമെൻ്ററി കോട്ട അലോട്ട്മെൻറ്റ് വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി കോട്ട പ്രവേശനത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജൂൺ 26 അപ്പോൾ ജൂൺ 26 ശേഷം സ്പോർട്സ് കോട്ടയിൽ പ്രവേശനം പൂർത്തീകരിച്ച ശേഷം ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകൾ പൊതു മെറിറ്റ് സീറ്റായി പരിവർത്തനം ചെയ്ത് ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഒഴിവുകളോടൊപ്പം പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.